തനിക്കെപ്പോഴും നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ സീത. ബട്ട് ഞാൻ എപ്പോഴെങ്കിലും ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായാ നിനക്കൊരു പ്രോബ്ലം ഉണ്ടാവുമെന്ന് ആലോചിക്കാതെ പോലും നീ ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നില്ലേ? നിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുന്നിൽ ഞാൻ വളരെ ചെറുതാറാം. താങ്ക്സ് ഒക്കെ വളരെ ചെറിയ വേർഡാ. എനിക്ക് താങ്ക്സ് പറയാനും പറ്റുന്നില്ല നിന്നോട്. നമുക്കിടയിൽ ഈ ഫോർമാലിറ്റീസ് ആവശ്യമുണ്ടോ? ഒരർത്ഥത്തില് ഇതിന്റെയൊക്കെ കാരണക്കാരൻ ഞാൻ തന്നെയല്ലേ. ഇൻഫാക്ട് ഞാനത് എന്നോട് സോറി പറയണ്ടേ. സിഹി അയച്ച വോയിസ് നോട്ടിനെ പറ്റി ഓർക്കുമ്പോ ഇപ്പോഴും എന്നെ മേലാകാൻ നടക്കും. ഒരുപക്ഷെ ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ എന്തായാനെ, എന്താ സംഭവിക്കാന്നറിയില്ലല്ലോ. സിഹിയുടെ അവസ്ഥ എന്താവുമായിരുന്നു? പക്ഷെ ഒന്നും സംഭവിക്കാൻ നീ സമ്മതിച്ചില്ലല്ലോ റാം. ഇത്രയും വലിയൊരു അഡ്വഞ്ചർ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. നീ ടയേർഡായിരിക്കുമല്ലോ. മോളെ, നിന്റെ ഫ്രണ്ടിന് ടവൽ എടുത്തോണ്ടോ? ശ്രദ്ധിച്ചു. താങ്ക്സ്. ഞാനും കുറെ ഇമാജിൻ ചെയ്തിരുന്നു തന്റെ പുതിയൊരു ലൈഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അവൻ തന്റെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് കൊണ്ട് നിറയ്ക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫോർഗെറ്റ് ഇറ്റ്. സംഭവിച്ചെല്ലാം നല്ലതിനാന്നല്ലേ പറയാറ്. നിനക്ക് ചൂടെടുക്കുന്നുണ്ടാവും. ഞാൻ ഫാൻ ഇടട്ടെ? ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ. ഇനി മുഖം പുതുപൂവായി മനസാകയായി വിരിയുമ്പോൾ മഴവില്ല് പൂക്കുമ്പോൾ ഹൃദയവാതിലോരമായി നീ നിന്നുവോ? പ്രണയവീണയാർദ്രമായി മീട്ടിയോ? സീതാരാമ, ഓ സീതാരാമ. എന്ത് സന്തോഷമുണ്ടെന്നറിയോ സൂരി? ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും സംഭവിച്ച ആ കല്യാണം നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഫൈനലി അങ്ങനെയായി. കല്യാണം നിന്നുപോയതിനേക്കാളൊക്കെ കൂടുതല് നമ്മുടെ സീതയ്ക്കൊരു പ്രശ്നം ഉണ്ടായില്ലെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ദിൽവാലെ ദുൽഹാനിയ ലേ ജായകേ. അശോക, ഏതായാലും കല്യാണ മണ്ഡപമൊക്കെ റെഡി ആയിട്ടുണ്ട്. സീതയും ആ കോരങ്ങനെ കൂടി പിടിച്ചോണ്ട് കെട്ടിച്ചല്ലോ. ഒന്ന് കാത്തിരിക്കു സൂരി. ഇപ്പോഴല്ലേ ഹീറോ ഫൈറ്റ് സീക്വൻസ് തീർത്തത്. ഇനിയിപ്പോ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഇനി അവളുടെ സൈഡിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ വരാനുണ്ട്. അങ്ങനെ ഒരുപാട് ചടങ്ങുണ്ട്. നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടിയൊന്നും നടക്കില്ല. വയസ്സായില്ലടാ, എനിക്ക് തിരക്ക് കൂട്ടാതെ പറ്റൂല. പോലീസുകാരോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇപ്പോഴാണ് ആ ലോയറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന്. എനിക്കെന്തോ അവൻ ഇതുകൊണ്ടൊന്നും അടങ്ങുന്നു തോന്നണില്ല. ഏതെങ്കിലും വിധത്തിൽ ആ വീട്ടിലുള്ളവരെ അപകടപ്പെടുത്താൻ അവൻ നോക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതേ, സീതയുടെയും വീട്ടുകാരുടെയും മേലൊരു ശ്രദ്ധ വേണം. പേരക്കുട്ടിയുടെ ഭാര്യയാൻ പോകുന്ന കുട്ടിയോട് എന്തൊരു കെയർ, എന്തൊരു കരുതല്. നടക്കട്ടെ നടക്കട്ടെ. അതുകൊണ്ടല്ലടാ, എന്റെ കുട്ടിക്ക് അവളോട് സ്നേഹം ഉണ്ടായതുകൊണ്ടല്ല ഞാനിതെല്ലാം ചെയ്യുന്നത്. എനിക്കൊരു ഹൃദയമുണ്ട്, മനുഷ്യത്വമുണ്ട്. നമ്മുടെ അറിവിൽ ഒരു പെൺകുട്ടിയും ഇതുപോലുള്ള നാരകളുടെ കൈപ്പെട്ട് നശിക്കാൻ പാടില്ലെന്ന് കരുതിയിട്ടാണ്. സമാധാനിപ്പിക്കാനായിട്ട് ഞാനവിടെ പോയിരുന്നെങ്കിൽ
മുതലാളി വന്നെന്നും പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള ചടങ്ങുകൾ തുടങ്ങും അവിടെ. അതുകൊണ്ടേ ഞാനിപ്പോ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മുടെ രാമനെ അവള് ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ ഫ്രണ്ട് തന്നെ എല്ലാം റെഡിയാക്കട്ടെ. നീ വണ്ടി ഓടിച്ചോ. ഓ, എല്ലാം അവസാനിച്ചെന്ന് കരുതിയതാ സൂരി. പക്ഷെ ഇപ്പോ രാമന്റെ ലൈഫിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണെന്ന് സന്തോഷം തോന്നുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. നീ ഉണ്ടെന്ന് എനിക്ക് ഇന്ന വിശ്വാസം വന്നേ. താങ്ക് യു. പ്രിയ, വെറുതെ നമുക്ക് ഞങ്ങൾ എത്ര വലിയ സങ്കടത്തിലാക്കിയ. മിന്നും പിന്നും നോക്കാതെ ആ ലോയറെ കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലേ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കല്യാണത്തിന് മുമ്പേ അവൻ എങ്ങനെയുള്ള ആളാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? സീത അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കല്ലേ വേണ്ടത്. ജ്യൂസ് എവിടെ വെച്ചേക്കുന്നെന്ന് പറ, ഞാൻ തന്നെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാം. അവിടെ പുറത്തു വെച്ചിട്ടുണ്ട്. കരയണ്ട. അടിപൊളി മുത്തശ്ശ, നിങ്ങൾക്ക് ധീരതയ്ക്കുള്ള അവാർഡ് തരണം. അല്ല, ഞങ്ങളെല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ സീതയെ ഹെൽപ്പ് ചെയ്യാനാ നോക്കുന്നേ. അവളെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് അറിയാത്തത് കൊണ്ടാ ഞാൻ ജ്യൂസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് വന്നത്. താഴെ അമ്മ അവളുടെ മുമ്പിൽ നിന്ന് കരയാൻ കഴിയില്ലെന്ന് പറഞ്ഞൊരു മൂലയിൽ പോയി നിന്ന് കരയുന്നുണ്ട്. പക്ഷെ നിങ്ങള് നെക്സ്റ്റ് ലെവലാ. മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീരുവോ? ഞങ്ങളുടെ തീരുമാനം കാരണം സീതയുടെ ജീവനം തന്നെ നശിച്ചു പോയില്ലേ മോളെ? ആ പാപവും ശാപവും എന്റെ ശ്വാസം മുട്ടിക്കാൻ മോളെ. അതിന് മരണം മാത്രമാണോ വഴി? അമ്മ എങ്ങനെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഓർത്തെ? ഇതെങ്ങനെ സീത അറിഞ്ഞാലോ? എന്റെ ദൈവമേ, നിങ്ങൾ ഇപ്പൊ സിഹിയെ തൊട്ട് സത്യം ചെയ്യണം, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി ആലോചിക്കില്ലാന്ന്. ഇങ്ങനെ ഒരു സമയത്ത് മുത്തശ്ശ, നമ്മൾ സീതയുടെ കൂടെ നിൽക്കാ വേണ്ടത്. ഇത് പിടിക്ക്, ഈ ജ്യൂസ് കുടിച്ചൊന്ന് തണുക്കാൻ നോക്ക്. ഇത് പിടിക്കാൻ. എല്ലാം ശരിയാകും മുത്തശ്ശ. അയ്യോ, പൂക്കളെല്ലാം വീണു പോയല്ലോ. കല്യാണപ്പെടിന് വേണ്ടിയിട്ട് ഞാനാ എല്ലാം അറേഞ്ച് ചെയ്തേ. ഐ ആം സോ സോറി അമ്മ. ഞാൻ കാരണം നിങ്ങളെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വന്നു. എല്ലാരും എവിടെ പോയി? ജ്യൂസ് എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും എല്ലാരും മാഞ്ഞു പോയോ? സീതയെയും സിഹയെയും റാം പുറത്തേക്ക് വിളിച്ചോണ്ട് പോയതാ. എല്ലാവർക്കും പറയാൻ ഒരു കാര്യമുള്ളൂ, അവർക്ക് തല പെരുക്കില്ല. പിന്നെ ഞാനാ പാവം ഒന്ന് പുറത്തു പോയിട്ട് വാന്ന് പറഞ്ഞത്. പുറത്തൊക്കെ പോയിട്ട് വന്ന മനസ്സും ഒന്ന് തണുത്ത് കിട്ടും. അത് നന്നായി. നിങ്ങളാ ശരിയമ്മേ. പ്രാക്ടിക്കലാണല്ലോ. വേറൊരു വഴിയില്ലല്ലോ മോളെ. ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല. എല്ലാം ക്ഷണികമാണ്. സ്വപ്നങ്ങൾ കാണുമ്പോ ആഘോഷമായിരിക്കും. വാസ്തവം മുന്നിൽ വന്നാല്
അംഗീകരിക്കാനും പറ്റില്ല. മരത്തിൽ നിൽക്കുന്ന പൂവിന് വളരെ നല്ല ഭംഗിയായിരിക്കും. അതേ പൂവ് തറയിൽ വീണാൽ ഇതാ. ടെൻഡറേ. റാം, ഷുഗർലെസ്. ഡോണ്ട് വറി. 3 പേർക്കും ഷുഗർലെസ്സാ വാങ്ങിയത്. എന്തിനാണെന്നറിയോ? എന്തിനാ? നമ്മുടെ കൂടെ സിഹി ഉണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ഷുഗർ ആവശ്യമുണ്ടോ? ധാരാളം എടുക്ക്. ഇത്രയുള്ളോ? എനിക്ക് ഇത്രയൊന്നും മതിയാവില്ല. വാവ്, ഐ ലൈക്ക് ദാറ്റ്. ഇന്ന് സൂര്യൻ കിഴക്കാണോ പടിഞ്ഞാറാണോ ഉദിച്ചെന്ന് എനിക്കൊരു പിടിയില്ല. അല്ല, ഐസ്ക്രീം ഒക്കെ എന്തിനാ വാങ്ങിയെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുന്ന ഞാൻ കരുതി. എന്തായാലും നല്ലൊരു ചേഞ്ച് ഓവർ. നൈസ്. ഇന്ന് എത്ര ഐസ്ക്രീം കഴിച്ചാലും മതിയാവില്ല റാം. ഒരു വലിയ ഭൂകമ്പം വന്ന് പോയിട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തകിടം മറിഞ്ഞിട്ടും എല്ലാം ഒരു വിധത്തിൽ തീർന്നു എന്നൊരു സമാധാനം ഉണ്ടാവില്ലേ? ആ അവസ്ഥയില ഞാനിപ്പോ. ഐ എം സോറി റാം. ഞാൻ കാരണം നിനക്കും ബുദ്ധിമുട്ടായി. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കല്യാണം ഇഷ്ടമേ അല്ലായിരുന്നു. നീയും എല്ലാരും ഒരുപോലെ വാശി പിടിച്ചോണ്ടാ ഞാൻ സമ്മതിച്ചേ. എനിക്കും ഇഷ്ടമായിരുന്നില്ല. സീതമ്മ കല്യാണം കഴിഞ്ഞാ ഹാപ്പി ആയിരിക്കുമെന്നാ ഞാൻ കരുതിയത്. എനിക്കും ഈ കല്യാണം ഇഷ്ടമായിരുന്നില്ല മോളെ. സീത, ഐ എം റിയലി സോറി. ദിസ് ഇസ് ടോട്ടലി മൈ ഫോൾട്ട്. ഈ കല്യാണം കഴിഞ്ഞാൽ സീക്ക് നല്ലൊരു അച്ഛനെ കിട്ടുന്നതുകൊണ്ട് മാത്രമാ ഞാൻ തന്നെ ഈ കല്യാണത്തിന് ഫോഴ്സ് ചെയ്ത്. ഐ നോ, അയാൾ ഒരിക്കലും തനിക്ക് യോജിച്ച ആളല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഐ ഡോണ്ട് നോ, ഐ റിയലി ഫെൽറ്റ് ടെറിബിൾ ഇൻസൈഡ്. ദിസ് ഇസ് മൈ മിസ്റ്റേക്ക്. ഇതോടെ എല്ലാം കഴിഞ്ഞു. ഇനി ഒരിക്കലും തന്നെ ജീവിതത്തെ ഇത് ബാധിക്കാൻ പാടില്ല. സീമോളെ, നീ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിന്റെ ക്ലാസ്മേറ്റ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, നെയ്ബേഴ്സ് ആരൊക്കെ നിന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാലും നീ വിഷമിക്കരുത്. പ്രോമിസ്? പ്രോമിസ്. I will make sure that your life is very beautiful. Trust me. Okay, friend. റാം, ആ, ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നതിൽ ഒരുപാട് താങ്ക്സ് റാം. ഇപ്പോഴാ ശ്വാസം വീണ പോലെ എനിക്ക് തോന്നുന്നത്. എന്താണെന്നോ, ഏതെങ്കിലും ഒരു ബീച്ചിലേക്ക് പോയിട്ട് തിരമാലകളെ അങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ട്. ഷ്. എന്തു പറ്റി? എന്തു പറ്റി? തനിക്ക് കേൾക്കുന്നില്ലേ? തിരമാലകളുടെ ശബ്ദം. Can you hear that? ഏയ്, ബൈക്കിലേക്ക് വാ. ഇത് കണ്ടോ, തിരമാലകൾ നമ്മൾ നിന്ന സ്ഥലം മൊത്തം നനച്ചു കളഞ്ഞു. സീമോളെ, ദേ അങ്ങോട്ട് നോക്കിയാ വലിയൊരു തിരമാല വരുന്ന കണ്ടില്ലേ? എന്താ ചെയ്യാ? വാ 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 വാ, ചടി ചടി. ഡ്രസ് മുഴുവൻ നനയുമല്ലോ. അയ്യോ, സിഹിയുള്ളതല്ലേ, ഞാൻ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും. അഡ്ജസ്റ്റ് ചെയ്തോ. റാം, ഈ കടലില്ലാത്തടത്ത് ബീച്ച് കൊണ്ടുവന്നോ നീ? എന്റെ ഫ്രണ്ട് മജീഷ്യൻ അല്ലേ, എന്ത് വേണം ചെയ്യാൻ പറ്റും. ഇവിടെയുള്ളവര് എത്ര അൺലക്കിയാണല്ലേ.
വിഷമം വന്ന ആലപ്പുഴയിലുള്ളവർക്ക് സമുദ്രമുണ്ട്, ഇടുക്കിയിലുള്ളവർക്ക് മലകളുണ്ട്, കാസർഗോഡുള്ളവർക്ക് കോട്ടയുണ്ട്. നമുക്കിതാ ഈ വലിയ വലിയ ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ. നോക്കി നിന്ന് തലവേദന എടുക്കും. നോ സീത, അവിടെ ഇരിക്കേ. ശരിക്കും പറയാൻ നമ്മൾ ലക്കിയാ. ബാംഗ്ലൂരില് നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ, സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ തനിക്ക് ഞാനുണ്ട്, എനിക്ക് താനുണ്ട്. നമുക്ക് സിഹിയുണ്ട്. ഇപ്പൊ പറഞ്ഞത് നീ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് പറയണം. നല്ല ഇംപ്രഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞത് അവളോട് തന്നെയല്ലേ? തന്നെ നെക്സ്റ്റ് ടൈം കാണുമ്പോ തന്റെ കുട്ടിയുടെ കൂടെ കാണണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇത്ര വേഗം മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അതും ഇങ്ങനെ. സോ പറ, നീ എന്നാ നിന്റെ കുട്ടിയെ എനിക്ക് കാണിച്ചു തരാ? കുട്ടി കുട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, ഏത് കുട്ടിയാ ഫ്രണ്ട്? സിഹിമോളെ, നിന്റെ ഫ്രണ്ടിന് ഒരു കുട്ടിയുണ്ട്. അവളെ നമ്മൾ രണ്ടാൾക്കും പരിചയപ്പെടുത്തി തരാനാ, അല്ലേ റാം? ആണോ ഫ്രണ്ട്? എന്നാ പരിചയപ്പെടുത്തി തരാ? അത് നാളെ ആയാലോ? പരിചയപ്പെടുത്തരാം. ഓക്കെ, നാളെയോ? അപ്പൊ പുതിയ ദിവസം പുതിയ വാർത്തയായിട്ട് വാ. തന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കും. വെരി വെരി എക്സൈറ്റഡ് അല്ലേ? ഔ. എവിടെ പോയി ഈ രാമാഞ്ജനയൻ ജോഡി? ഹായ് സൂരി. ഇന്നലെ ഫുൾ അഡ്വഞ്ചർ ആയിരുന്നു അത്രേ. ഫുൾ ഫൈറ്റ്, ഡാം ഡൂം ടിഷ്യൂ. മുത്തശ്ശ, ഐ എം റിയലി സോറി. ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. എന്താ മുത്തശ്ശ, എന്തു പറ്റി? ഇറങ്ങിപ്പോയ കുട്ടി തിരിച്ചു വന്നതിന്റെ സന്തോഷത്തേക്കാൾ കൂടുതല് ഇനി എപ്പോഴാ തിരിച്ചു പോവാന്ന് പറയാന്ന് ആലോചിക്കായിരുന്നു. മുത്തശ്ശൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ നിക്കല്ലേ നീ? ഇപ്പോ നീ എന്താടാ സംസാരിക്കാത്തെ? മുത്തശ്ശ, ഹൈദരാബാദിൽ ഇവന്റിന് മുത്തശ്ശൻ പോവില്ലേ? എന്താ? എനിക്കെന്തോ മനസ്സ് വരുന്നില്ല മുത്തശ്ശ. ഓഹോ, അപ്പോ മനസ്സപ്പോ വേറെ എവിടെയാണെന്നാണ് നിന്റെ അർത്ഥം? അതൊന്നും അല്ല മുത്തശ്ശ. മുത്തശ്ശൻ പോകുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാ വെറുതെ? കണ്ടോ ശോക, നിന്റെ ഫ്രണ്ട് പറയുന്നത് കേക്കണ്ടോ? നിങ്ങൾ വളർത്തിയ കുട്ടിയല്ലേ സൂരി? അല്ല മോനെ, ഇത്രയും വർഷം നീ മലേഷ്യയിലുള്ളപ്പോ ഞാൻ തന്നെയല്ലേ എല്ലാ ഇവന്റിനും പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ നിന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി ഇനി ശ്രീറാം ദേശായി എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. കറക്റ്റ് ആയിട്ട് പറഞ്ഞു സൂരി. ഇവൻ ഹൈദരാബാദിൽ നിന്ന് എത്തിയ ഉടനെ പട്ടാഭിഷേകം ചെയ്ത് ബോസിന്റെ കസേരയിൽ ഇരുത്തിയ എല്ലാം ശരിയാവും. ഇവന്റ് കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ ഞാൻ തന്നെ സത്യങ്ങൾ പറയും. ആണോ? ആരാണ് സത്യം പറയാൻ പോണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കൂ സൂരി. എല്ലാവരോടും. ഓക്കെ ഓക്കെ. പക്ഷെ ഒരു കാര്യം കൺഫേം ആയി സൂരി, ഇവൻ ഹൈദരാബാദ് പോയിട്ട് അവിടെ നിന്ന് മലേഷ്യക്ക് ഫ്ലൈറ്റ് എടുത്ത് എസ്കേപ്പ് ആവാൻ ട്രൈ ചെയ്യില്ല എന്നുള്ളത്. തിരിച്ചിങ്ങോട്ട് വരുമല്ലേ?
പക്ഷേ ഇവൻ ഓൾറെഡി മലേഷ്യക്ക് പോയിരിക്കുമെന്നാ വീട്ടിലുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. സന്തോഷേ നാവിന്ന് പുറത്തേക്ക് വരാൻ തുടിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ വായു അടച്ച് ചുമ്മായിരുന്നു. താങ്ക് യു സോ മച്ച് മുത്തശ്ശ, ഹെൽപ്പ് ചെയ്തതിന്. നോക്ക്, നീയേ വീട് വിട്ട് പോവാന്ന് പറഞ്ഞു. രക്തബന്ധം എന്ന് പറയുന്ന ഒന്നില്ലേ, അത് ഈ കല്യാണം നിന്നെ കൊണ്ട് നിർത്തിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. കറക്റ്റായി. അതെന്തായാലും സത്യവാ സൂരി. ഇനി എന്തായാലും കല്യാണം കഴിച്ചാ മതി. എടാ, നീ ഹൈദരാബാദിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് ഈ ബോസിന്റെ പട്ടവും കഴിച്ചു വെച്ച് സമാധാനമായിട്ട് ഇരുന്നൂടെ? 100%. താങ്ക് യു സോ മച്ച് സൂരി. ഓ, വിത്തൗട്ട് സൗണ്ട്. ഓക്കെ ഓക്കെ സൂരി, ഓൾ ദി ബെസ്റ്റ്. എടാ, ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു. ബൈ. അയ്യോ സീതമ്മ, സീതമ്മ എന്ത് പറ്റി? പാത്രം നല്ല ചൂടായിരുന്നു, തൊട്ടുപോയി. നീ പോയി റെഡിയാവ്, സ്കൂളിലേക്ക് ലേറ്റ് ആവും. ഓക്കേ സീതമ്മ. വിട് വിട്, ചൂടാണ്. സിഹി, കയ്യിൽ ഇതെന്തു പറ്റി? സീതമ്മ, ആ ബാലങ്ങള് എന്റെ കൈ കെട്ടിയിട്ടതാ. ആണോ? നിനക്ക് എത്ര വേദനിച്ചു കാണുമല്ലേ? സീതമ്മ, നീ ഇപ്പൊ മുത്തം വെച്ചല്ലോ, എല്ലാം മാറിയല്ലോ. ഒരു കാര്യം അറിയോ സീതമ്മ? ആ ബാഡങ്ങളെ എന്റെ ഫ്രണ്ട് ടിഷ്യൂം 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 ടിഷ്യൂ നന്നായിട്ട് കൊടുത്തു. ഇതെന്താ, സിനിമയൊക്കെ കണ്ടുവന്ന് കഥ പറയില്ലേ, അതുപോലുണ്ടല്ലോ. ഇങ്ങനെയൊന്നും ആവരുതായിരുന്നു. പാവം, നിന്റെ ഫ്രണ്ടിന് എന്തോരം വേദനിച്ചിട്ടുണ്ടാവോ എന്തോ. അവനിപ്പോ എവിടെയാണോ ആവോ, ഒറ്റയ്ക്കും കൂടിയല്ലേ. അപ്പോ എന്റെ ഫ്രണ്ടിനെ ആര് സമാധാനിപ്പിക്കാനില്ലേ സീതമ്മ? സീതമ്മ, ഒരു ഐഡിയ. നീ എന്റെ മുറിവില് ഉമ്മ വെച്ചിരുന്നില്ലേ, അപ്പൊ എന്റെ മുറിവിലെ എല്ലാ വേദനയും പോയി. നിനക്കപ്പോ അതിന്റെ മാജിക് അറിയാം. നീ ഇന്ന് ഓഫീസിലേക്ക് പോവില്ലേ, എന്റെ ഫ്രണ്ടിനും മൊത്തം കൊടുക്ക്, അവന്റെ വേദനയെല്ലാം പൊക്കോളും. ഹേ, ഒറ്റൊന്ന് പോ, ലേറ്റ് ആവുന്നുണ്ട്. വേഗം റെഡിയാവ്, ഇഞ്ചക്ഷൻ എടുക്കാനുള്ളതാ.